കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഗവൺമെൻറ് ഒരു നായ പൈസ വേപ്പ് റിപ്പോർട്ടിന് ചിലവാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന്. പ്രതീക്ഷ ഉണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ ഇവിടെ ഡെവലപ്പ് ആവുള്ളൂ. അല്ല സർക്കാരിന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ കയ്യിലൊന്നും കാശില്ലല്ലോ, ഒക്കെ കടത്തിലല്ലേ. ആ പൈസ പാസ്സായ പൈസ കൂടെ വർക്ക് എടുക്കുകയാണെങ്കിൽ പോർട്ട് എപ്പോഴും ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടോ? 140 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ 10-20 എണ്ണം പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഒന്നും നടക്കുന്നില്ല. മറ്റൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണുള്ളൂ. ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ബജറ്റാണ്, ജനോപകാരപ്രദമായ പ്രിയങ്കരമായ ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം. UDF സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. പോയ 10 വർഷക്കാലം കേരളം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നുപോയതെങ്കിലും ഈ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ബഹുതല സ്പർശിയായ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് കടന്നു പോകുന്നത്. അത് വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ് മുതൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ജെൻസി പിള്ളേർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വി ഡി സതീശൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷകളുടേതാണ്. അവരുടെ ഏറെ നാളായുള്ള ലൈറ്റ് മെട്രോ എന്നുള്ള ആവശ്യവും അതുപോലെ തന്നെ MTയുടെ പേരിലുള്ള പ്രത്യേക പാർക്കുമെല്ലാം തന്നെ വലിയ പ്രതീക്ഷകളാണ് കോഴിക്കോട്ടുകാർക്കും സമ്മാനിക്കുന്നത്. എന്തൊക്കെയായാലും എന്താണ് ജനങ്ങൾക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്? പൂക്കി സർക്കാരിന്റെ ആദ്യത്തെ ബഡ്ജറ്റ് വിസ്മയമായിട്ടുണ്ടോ? നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ബജറ്റ് ഏറ്റവും ആശ്വാസമായിട്ടുള്ള ഒരു ബജറ്റാണ്. കേരളത്തിലെ സമസ്ത മേഖലകളെയും, അതായത് വനിതകളെ ആയാലും മത്സ്യബന്ധനത്തിലുള്ള ആയാലും അതുപോലെ തന്നെ ജീവനക്കാരുടെ ആയാലും എല്ലാ മേഖലയിലും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ അറിവ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ബജറ്റാണ്, ജനോപകാരപ്രദമായ പ്രിയങ്കരമായ ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ജീവനക്കാരെ സംബന്ധിച്ച് വിഷയം എന്ന് വെച്ചാൽ ഒരു സ്പഷ്ടത വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ സ്പഷ്ടത വരാൻ നമുക്കറിയാം, ഒരു അധികാരത്തിൽ ഒരു 10-30 ദിവസം ആയില്ല, ഒരു മാസം ആവുന്നേ ഉള്ളൂ. ആ ഒരു മാസം കൊണ്ട് ഒരു കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു ചെറിയ സാവകാശം. പക്ഷെ എങ്കിൽ തന്നെ നമ്മുടെ DA ആയാലും അതുപോലെ തന്നെ ലീവ് സറണ്ടർ ആയാലും പിന്നെ പെൻഷൻ ആയാലും എല്ലാ കാര്യത്തിലും വളരെ ആശ്വാസ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുടങ്ങാത്ത രീതിയിൽ തരുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ട്, സർവ്വ മേഖലയും. ഒരു കുറ്റം പറയാനില്ലാതെ ഒരു ബജറ്റാണ്. കാരണം കേരളത്തിൽ പല ബജറ്റുകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും മികച്ച ഒരു ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടുള്ളതെന്ന് എനിക്ക് പറയാനുള്ളത്. 400 കോടി പാസ്സാക്കിയിട്ടുണ്ട്. 400 കോടിയിൽ നമ്മൾ അതിന് നല്ലൊരു വേപ്പ് റിപ്പോർട്ടിന് അത് നീക്കിയിരിപ്പ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഗവൺമെൻറ് ഒരു നായ പൈസ വേപ്പ് റിപ്പോർട്ടിന് ചിലവാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അതിനുള്ള പേപ്പർ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, മൊത്തത്തില് ബഡ്ജറ്റിനെ കുറിച്ച് എങ്ങനെ ഒരു ജനകീയ ബഡ്ജറ്റ് എന്നുള്ള അഭിപ്രായം പൂർണ്ണമായിട്ട് ബഡ്ജറ്റ് മനസ്സിലാക്കിയിട്ടില്ല. പേപ്പർ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് ഞാനൊരു പോർട്ടിലെ ജീവനക്കാരനെ കൊണ്ട് ആ പോർട്ടിന് വേണ്ടി 400 കോടി നീക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ കൊണ്ട് പറഞ്ഞു. ആശ്വാസമാണല്ലോ, വലിയ ആശ്വാസമാണ്, വലിയ ആശ്വാസം. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടായിരുന്ന പല ബഡ്ജറ്റിലും പൈസ ഇങ്ങനെ ഫണ്ടുകൾ പാസ്സാക്കുക, ഫ്ലെക്സ് വെക്കുക എന്നല്ലാതെ ഒരു നായ പൈസ വേപ്പ് റിപ്പോർട്ടിന് വേണ്ടി 10 വർഷമായിട്ട് ഒന്നും ചെലവാക്കിയിട്ടില്ല. ഈ ഗവൺമെന്റിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം 400 കോടി അല്ല 20 കോടി 50 കോടി ഇങ്ങനെ പറയാന്നല്ലാതെ ആ തോളൊന്നും ഇവിടേക്ക് എത്തലില്ല, കണ്ടിട്ടില്ല. ആ പൈസ പാസ്സായ പൈസ കൂടെ വർക്ക് എടുക്കുകയാണെങ്കിൽ പോർട്ട് എപ്പോഴും ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടോ? എവിടെ എത്തിയണോ പോർട്ട്? കോഴിക്കോട് ലൈറ്റ് മെട്രോ ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. വരട്ടെ, വന്നാ കാണാം. കോഴിക്കോടും തിരുവനന്തപുരത്ത് വരണം എന്നുള്ള പുതിയ ജനങ്ങൾ യുവാക്കൾ ഇങ്ങനെ വളർന്നല്ലേ, എല്ലാം കാണാൻ താല്പര്യങ്ങളുള്ള പല ആളുകളുണ്ടാവില്ല. സംഗതി വരണം, വാഗ്ദാനത്തിൽ ഒതുങ്ങരുത് മാത്രമേ ഉള്ളൂ. ലൈറ്റ് മെട്രോ വരുന്നുണ്ട് പറഞ്ഞു കോഴിക്കോട്. പിന്നെ മലബാറില് സ്റ്റേഡിയം വരുന്നുണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം. പിന്നെ ബേപ്പൂർ പോർട്ട് ഡെവലപ്പാക്കുള്ള പരിപാടി. ബേപ്പൂർ പോർട്ട് മാത്രമല്ല എല്ലാ പോർട്ടുകളും കേരളത്തിലെ അത് പിന്നെ പുറത്തുള്ള പങ്കാളിത്തത്തോട് കൂടിയിട്ട് പോർട്ട് വികസിപ്പിക്കുന്നു പറയുന്നത്. അതൊക്കെ ഒരു ഉണർവുണ്ടാവും. കോഴിക്കോട് മാറുന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ ഇവിടെ ഡെവലപ്പ് ആവുള്ളൂ. അല്ല സർക്കാരിന് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. സർക്കാരിന്റെ കയ്യിലൊന്നും കാശില്ലല്ലോ, ഒക്കെ കടത്തിലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ആളുകളെ പങ്കെടുപ്പിച്ചിട്ട്
അവരെ കൊണ്ട് ഡെവലപ്പ് ആക്കുക. അതിൽ തെറ്റൊന്നും അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ തന്നെ ആവുള്ളൂ. ഇതിപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 140 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. അതിൽ 10-20 എണ്ണം പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു. ഒന്നും നടക്കുന്നില്ല. മറ്റൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണുള്ളൂ. അപ്പൊ ഈ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ തീറ്റിപ്പോറ്റിടുന്ന വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും ഒരു കാര്യമൊന്നും സർക്കാരിനൊന്നും വരുന്നില്ല. അവരെങ്ങനെ ജീവിച്ചു പോകും. അവർ പെൻഷനാകുമ്പോൾ റിട്ടയർമെന്റ് ആകുമ്പോൾ അവർക്ക് പെൻഷൻ കൊടുക്കണം. അങ്ങനെ അതന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോവാം. ഇവിടെ പുതുതലമുറക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ആവണമെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും സംരംഭങ്ങൾ വരുന്നേ വേണം. കോഴിക്കോടിന് ഒരു മന്ത്രി ഇല്ലാത്തതിന്റെ വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ബജറ്റിൽ കോഴിക്കോടിന് കൈ നിറയെ പ്രഖ്യാപനം പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. മന്ത്രി ഇല്ല, മന്ത്രി മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. സന്തോഷമുള്ള കാര്യമാണ്. അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതെ അതെ, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ലാസ്റ്റ് സമയത്ത് അത് പിന്നെ പ്രഖ്യാപിച്ചതാണ് ഉണ്ടാവുന്നത്. പിന്നെ ഭരണം മാറി 10 വർഷം പോയല്ലോ. അപ്പൊ അതങ്ങനെ മാറിപ്പോയതാണ്. ഇപ്പം വി.ഡി. സതീശൻ കുറെ മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ കുട്ടി വരുന്ന തലമുറക്ക് ജോലിയും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ആളുകൾ വന്നാൽ തന്നെ ഇതൊക്കെ ഡെവലപ്പ് ആവുള്ളൂ. ബഡ്ജറ്റ് നല്ല കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഞാൻ ബഡ്ജറ്റ് മോശമാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെയാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് മെട്രോ ഒക്കെ വരുന്നുണ്ടെന്നാ പറയുന്നത്. അതെ, നമ്മള് ഈ മെട്രോ ഒക്കെ കോഴിക്കോട് വരേണ്ടത് ഒരു അത്യാവശ്യം തന്നെയല്ലേ? അതെ, കുറെ കാലമായിട്ടുള്ള ആഗ്രഹം. അതൊക്കെ നല്ലതാണെന്ന് കരുതുന്നു. നല്ലതാണ്. ശരി.